everyone, it's me Momsi. Welcome to day 3 of our 21 days challenge. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും പക്ഷേ ഏറ്റവും കൂടുതൽ സ്നേഹം അർഹിക്കുകയും ചെയ്യുന്ന ഒന്നിനെ കുറിച്ചാണ്. അവർ ബോഡി, നമ്മുടെ ശരീരം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അവസാനമായി നിങ്ങൾ കണ്ണാടിക്ക് മുന്നിൽ നിന്നിട്ട് നിങ്ങളെ തന്നെ സ്നേഹത്തോടെ നോക്കിയത് എപ്പോഴാണ്? പലപ്പോഴും നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത് നമ്മളെ കാണാനല്ല, നമ്മളിലെ കുറവുകൾ കണ്ടെത്താനാണ്. ശരിയല്ലേ? അതായത് നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് പറയും, ഞാൻ ഒരുപാട് മാറിപ്പോയി, ഒരുപാട് തടിച്ചു, ഒരുപാട് മെലിഞ്ഞു, എന്റെ കണ്ണിന് താഴെ നല്ല കറുപ്പ് വന്നിട്ടുണ്ട്, എനിക്കിഷ്ടമില്ല ഈ ലുക്ക് എന്നൊക്കെ. എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളോട് തന്നെ ഇങ്ങനെ സംസാരിക്കുന്നത്? നമുക്ക് ഈ ഒരു യുദ്ധം, ഈ ഒരു നെഗറ്റീവ് വേർഡ്സ് നമ്മളോട് തന്നെ പറയുന്നതൊന്ന് സ്റ്റോപ്പ് ചെയ്താലോ? അതായത് നമ്മള് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് കണ്ണുകൾ കൊണ്ടാണല്ലേ? നിങ്ങളുടെ കണ്ണ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നത് നിങ്ങളുടെ കാതുകള് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് ഈ നിമിഷം വരെ എത്തിയിരിക്കുന്നത് ഒരിക്കലും കംപ്ലൈന്റ് ചെയ്യാതെ നിങ്ങളെ ക്യാരി ചെയ്ത് നിങ്ങളുടെ ശരീരമുള്ളത് കൊണ്ടാണ്. നിങ്ങളൊരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് രാത്രികൾ നിങ്ങൾ ഉറങ്ങാതെ ചെലവഴിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ എനർജി നൽകിയതും ഈ ശരീരം തന്നെയാണ്, അല്ലെ? ഒരു അമ്മയാണെങ്കിൽ അമ്മയുടെ ഉള്ളിൽ ഒരു ജീവനെ ഉള്ളിൽ വളർത്തി വേദന സഹിച്ച് അതിനെ ഈ ലോകത്ത് കൊണ്ടുവന്നത് ഈ ശരീരം തന്നെയാണ്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ ഇതിനെ ഒരു ലുക്കായി മാത്രം കണ്ടു. പക്ഷെ സത്യം എന്താണെന്ന് അറിയാമോ? അവർ ബോഡി ഈസ് നോട്ട് ആൻ ഓർണമെന്റ്, അവർ ബോഡി ഈസ് യുവർ ഇൻസ്ട്രുമെന്റ്. നമ്മുടെ ആത്മാവ് ജീവിക്കുന്ന ഒരേ ഒരു വീടാണ് നമ്മളുടെ ബോഡി എന്ന് പറയുന്നത്. സോ യു ഡോണ്ട് ഹേറ്റ് യുവർ ബോഡി, യു വർ ജസ്റ്റ് തോട്ട് ടു സീ ഇറ്റ് ത്രൂ ജഡ്ജ്മെന്റ്, നോട്ട് ലവ്. സോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ചെറിയ ഷിഫ്റ്റിനെ കുറിച്ചിട്ടാണ്, ബോഡി ന്യൂട്രാലിറ്റി. എല്ലാവർക്കും ഒരു ദിവസം പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഐ ലവ് മൈ ബോഡി എന്ന് പറയാൻ പറ്റില്ല. അതൊന്നും പ്രശ്നമല്ല. പക്ഷേ റെസ്പെക്ട് ചെയ്യാമെങ്കിലും നമുക്ക് പഠിക്കാമല്ലോ. നമ്മുടെ ബോഡിയെ റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇനി മുതൽ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന ചിന്ത വന്നാൽ അതിനെ സ്ലോലി മാറ്റി എന്റെ ശരീരം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിലോട്ട് വരിക. നിങ്ങളുടെ കാലുകൾക്ക് നന്ദി പറയുക. നിങ്ങളുടെ ഓരോ അവയവത്തിനും നിങ്ങൾ നന്ദി പറയുക. നിങ്ങളുടെ ഓരോ അവയവമാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ റിമെമ്പർ, യുവർ ബോഡി ഈസ് യുവർ ലൈഫ് ലോങ് പാർട്ട്ണർ. സോ ഡോണ്ട് ട്രീറ്റ് ഇറ്റ് ലൈക്ക് ആൻ എനിമി. ആൻഡ് ഇന്ന് നിങ്ങൾക്കൊരു കുഞ്ഞു ടാസ്ക് ഉണ്ട്. ഇത് നിങ്ങളുടെ ബോഡിയോടുള്ള, നിങ്ങളുടെ ശരീരത്തോടുള്ള ഒരു പ്രോമിസ് ആണ്. ഇന്ന് നിങ്ങൾ കണ്ണാടിക്ക് മുന്നിൽ നിന്നിട്ട് നിങ്ങളുടെ കണ്ണുകളിലോട്ട് തന്നെ നോക്കുക. എന്നിട്ട് പറയുക, മൈ ബോഡി ഹാസ് carried me through everything. So today I forgive myself for eating it and I choose to respect it. ഇത് നിങ്ങളുടെ ഡയറിയിൽ ഒരു 21 ടൈംസ് ഓർ ചുരുങ്ങിയത് ഒരു 11 ടൈംസ് നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെ നെക്സ്റ്റ് 21 ഡേയ്സ് നിങ്ങളുടെ ബോഡിക്കായി, നിങ്ങളുടെ ശരീരത്തിനായി നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ കെയർ എന്താണ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. അത് വലിയ കാര്യങ്ങളൊന്നും ആവണ്ട. ഒരു നല്ല ഉറക്കം, അല്ലെങ്കിൽ ഒരു ഹെൽത്തി മീൽ കഴിക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുന്നതാവാം, എന്തുമായിക്കോട്ടെ. ഗീവ് യുവർ ബോഡി സം പീസ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഡേ 3 നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ടാസ്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേ 3 ഡൺ എന്ന് കമന്റ് ചെയ്യാം. സോ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതിന്റെ വാല്യൂ വളരെയധികം വലുതാണ്. സോ നിങ്ങളെ പോലെ സ്ട്രഗിൾ ചെയ്യുന്ന മറ്റൊരാളിലോട്ടും നിങ്ങളിത് ഷെയർ ചെയ്യുക. So that's all for today. Until then, take care of your home. Let's go beyond you.